ഭയങ്കര നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നിനും നമ്മൾ പൈസ ചിലവാക്കുന്നില്ലെന്ന് തോന്നിപ്പോ. കൃഷി ചെയ്ത നെല്ല് അന്ന് വൈകുന്നേരം തന്നെ ലോറിയെ കയറ്റി കൊടുത്ത് വിടുവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ കഴിക്കാത്തത്? നമ്മൾ കൃഷി ചെയ്തിട്ട് ആദ്യം നമ്മളല്ലേ കഴിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ വീടിനടുത്തുള്ള കടയിൽ പോയി അരി മേടിച്ച് കഴിക്കുന്നു. എത്ര വിരോധാഭാസം ആലോചിച്ച് നോക്കി. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ചെയ്ത് അല്ലെ വേറെ ആരെങ്കിലും ചെയ്തത് ഒരു 50% തവിടെങ്കിലുള്ള ചോറിലേക്ക് മാറുക. അതിന് ഇച്ചിരി വില കൂടുതലോ വില, കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലേ വില ഭയങ്കര നമ്മൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നിനും നമ്മൾ പൈസ ചിലവാക്കുന്നില്ലെന്ന് തോന്നിപ്പോ. അല്ല, ഇനി വിലയുടെ കുറിച്ചാണെങ്കിൽ തന്നെ ഞാൻ പറയാം, അതും എക്കണോമിക്കലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തവിടുള്ള അരി 80 രൂപയുടെ മേടിച്ച് കഴിച്ചാലും നമ്മൾ മറ്റേ വെള്ള അരി കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റില്ല. അതാദ്യം നമ്മുടെ പ്രയോറിറ്റി ഏതാണ്, ഹെൽത്താണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ആദ്യം തീരുമാനം. അത് കഴിഞ്ഞാൽ പ്രൈസിൻ്റെ കാര്യം. കാരണം നമ്മളെല്ലാവരും പൈസ ചിലവാക്കുന്നുണ്ട്. വീടിന് വേണ്ടി ചിലവാക്കുന്നു, വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ചിലവാക്കുന്നു, കാറിന് വേണ്ടി ചിലവാക്കുന്നു. ഇതിനൊക്കെ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. നമ്മൾ പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കുന്നത് അതിനെ മാത്രമേ സമയം തികയുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രയോറിറ്റി ഹെൽത്ത് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിന് നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. നമുക്ക് കാറും വീടും മറ്റതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹെൽത്തിൻ്റെ പ്രയോറിറ്റി എങ്കിൽ അതിന് പൈസ തികയല്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഒരു മാസം നമ്മൾ മലയാളികൾ ഒരു ആവറേജ് ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ പോലും 40,000 രൂപ 50,000 രൂപ വീടിന് EMI അടയ്ക്കാനും കാറിന് EMI അടയ്ക്കാനും ചിലവാക്കുന്നുണ്ട്. എത്ര രൂപ ഹെൽത്തിന് മാറ്റി വെക്കുന്നു? ഒന്നുമില്ല. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതും എന്താണ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം.